ഹമാസ് ഇസ്രയേൽ സംഘർഷം ആരംഭിച്ചിട്ട് ഒക്ടോബർ 7 എത്തുമ്പോൾ ഒരു വർഷം തികയുകയാണ്. പല ശക്തികളും ഇടപെട്ടിട്ടും പരിഹാരമില്ലാത്ത യുദ്ധം അനുദിനം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കണമെന്ന ഒരു ഭാഗത്ത് നിന്ന് അമേരിക്ക പറയുമ്പോഴും മറുഭാഗത്ത് ഇസ്രയേലിന് ആയുധം നൽകിക്കൊണ്ടിരിക്കുന്നതാണ് കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. ബന്ദികളാക്കിയ 6 ഇസ്രയേൽ പൗരന്മാരെ ഹമാസ് വധിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു. പിന്നാലെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വൻ പ്രതിഷേധമാണ് അരങ്ങേറിയത്. ഇപ്പോൾ ബന്ദികളുടെ മരണത്തിന് പൂർണ്ണ ഉത്തരവാദി പ്രധാനമന്ത്രി നെതന്യാഹു ആണെന്നാണ് മുൻ പ്രധാനമന്ത്രി എഹൂദ് ഓൾമെർട്ട് ആരോപിക്കുന്നത്. ഫ്രാൻസ് 24 നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ തുറന്നുപറച്ചിൽ. വരും ദിവസങ്ങളിലും കൂടുതൽ ഇസ്രയേൽ പൗരന്മാരുടെ കൊലപാതകം ആവർത്തിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നാലെയാണ് ഇസ്രയേൽ മുൻ മേജർ ജനറലുടെ പ്രസ്താവന വന്നിരിക്കുന്നത്. ഗാസയ്ക്കെതിരെയുള്ള വംശഹത്യ തുടർന്നാൽ തകരുന്നത് ഹമാസ് അല്ല ഇസ്രയേൽ ആയിരിക്കുമെന്നാണ് മേജർ ജനറൽ ഇസാക് ബ്രിക് പറഞ്ഞത്. ഭരണകൂടത്തിൻ്റെ ഗാസയിലെ സൈനിക ക്യാമ്പയിൻ ആരംഭിച്ച് 11 മാസങ്ങൾ പിന്നിടുമ്പോൾ തങ്ങളുടെ സൈന്യം ദുർബലമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹമാസ് 17ഉം 18ഉം വയസ്സുള്ളവരെ ഉപയോഗിച്ച് സൈന്യത്തെ ശക്തമാക്കുകയാണെന്നും ബ്രിക് പറഞ്ഞു. ഇസ്രയേൽ ഗാസയിൽ തുടർച്ചയായി റെയ്ഡുകൾ നടത്തി ആക്രമണം തുടരുകയാണെങ്കിൽ തങ്ങൾ ഹമാസിനെ തകർക്കുക മാത്രമല്ല സ്വയം തകരുമെന്നും അദ്ദേഹം പറയുന്നു. ഒക്ടോബർ 7 മുതൽ പലസ്തീനിൽ നടത്തുന്ന ആക്രമണത്തിൽ ഇസ്രയേലി സൈന്യത്തിൻ്റെ വിജയസാധ്യത ഏറെ അകലെയാണെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം ഇസ്രയേലി സൈനികരും രംഗത്തെത്തിയിരുന്നു. വിജയം കയ്യെത്തും ദൂരത്തുണ്ടെന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ടെന്നും എന്നാൽ അത് സത്യമല്ലെന്നും 100ഓളം ഇസ്രയേലി സൈനികർ ചീഫ് ഓഫ് സ്റ്റാഫ് ഹെർസി ഹലേവിക്ക് അയച്ച കത്തിൽ പറയുന്നു. അതേസമയം ഹമാസിൻ്റെ തടവിൽ കഴിയുന്ന ബന്ദികളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഇസ്രയേലിൽ രാജ്യവ്യാപക പണിമുടക്ക് നടന്നിരുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായ ഹിസ്റ്റഡ്രസ്റ്റ് ആയിരുന്നു ഈ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. നിരവധി ആളുകൾ അണിനിരന്ന പണിമുടക്കിൽ രാജ്യത്തെ വിമാനത്താവളങ്ങൾ, വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, തുറമുഖങ്ങൾ എന്നിവയടക്കമുള്ള വിവിധ മേഖലകളിലെ പ്രവർത്തനം തടസ്സപ്പെട്ടു. പ്രതിഷേധത്തിൽ നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇസ്രയേൽ ആക്രമണത്തിൽ കുറഞ്ഞത് 40,000 പലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത്. ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ്. 92,000-ലധികം പലസ്തീനികൾക്ക് ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്.